ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിലുള്ള തഹസിൽ ഓഫീസിനു മുന്നിൽ എന്നും കാണാറുള്ളതുപോലെ ആളുകളുടെ വലിയ തിരക്കായിരുന്നു. വക്കീലന്മാരുടെ കസേരകളും അടിയന്തര ആധാരം എഴുത്തുകാരുടെ മേശകളും കൊണ്ട് പ്രദേശം മുഴുവൻ സജീവമാണ്. തണുപ്പുകാലത്തിന്റെ തുടക്കമായതിനാൽ വായുവിൽ നേർത്ത മഞ്ഞുമൂടി കിടന്നിരുന്നു. ആളുകൾ തണുപ്പിൽ നിന്നും രക്ഷ നേടാനായി ജാക്കറ്റുകളും കട്ടിയുള്ള സ്വെറ്ററുകളും ക്യാപ്പുകളും ധരിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എന്നാൽ ആ തഹസിൽ പരിസരത്തിന്റെ ഒരു വശത്തേക്ക് പെട്ടെന്ന് ഒരു കാർ വന്നു നിന്നു. കാറിന്റെ എഞ്ചിൻ നിശ്ചലമായതും വാതിലുകൾ തുറക്കപ്പെട്ടു. കാറിൽ നിന്ന് 3 പുരുഷന്മാരും ഒരു സ്ത്രീയും പുറത്തിറങ്ങി. അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് എന്തോ വലിയൊരു കാര്യം പെട്ടെന്ന് സാധിച്ചെടുക്കാനുള്ള തിടുക്കം വ്യക്തമായി കാണാം. എന്നാൽ അവരിൽ അവസാനമായി കാറിന്റെ പിൻവാതിൽ തുറന്ന് താഴെയിറങ്ങിയ മറ്റൊരു യുവതിയുടെ രൂപം കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാകുമായിരുന്നു അവൾ അവിടെ എത്തിയത് സ്വന്തം സന്തോഷത്തോടെയോ ഇഷ്ടപ്രകാരമോ അല്ലെന്ന്. ഏകദേശം 26 വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന ആ പെൺകുട്ടിയുടെ പേര് രജനി എന്നാണ്. തണുപ്പുകാലമായിരുന്നിട്ടും കട്ടി കുറഞ്ഞ ഒരു പഴയ പിങ്ക് സാരി മാത്രമായിരുന്നു അവളുടെ വസ്ത്രം. തലയിലൂടെയും കാതുകളിലൂടെയും ഒരു പഴയ ഷാൾ കൊണ്ടു പുതച്ചിരുന്നു. ചുറ്റുമുള്ളവർ തണുപ്പ് സഹിക്കാൻ വയ്യാതെ വിറക്കുമ്പോൾ രജനിയുടെ ശരീരം വിറച്ചിരുന്നത് തണുപ്പുകൊണ്ട് മാത്രമായിരുന്നില്ല, മറിച്ച് അവളുടെ ഉള്ളിൽ നിറഞ്ഞ ഭയവും നിരാശയും കൊണ്ടാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ നിമിഷം തന്നെ അവളുടെ കണ്ണുകളിൽ നിന്ന് കനത്ത കണ്ണീർ തുള്ളികൾ ചാരിത്തുമ്പിലേക്ക് പടരാൻ തുടങ്ങി. തന്റെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണീർ അവിടെയുള്ള മറ്റാരും കാണാതിരിക്കാൻ അവൾ മുഖം വശത്തേക്ക് തിരിച്ചു പിടിക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ അവളുടെ തൊട്ടുമുന്നിൽ നടന്നിരുന്ന തേജ്പാൽ യാദവ് എന്നയാൾ അത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ പ്രദേശത്തെ വലിയ പലിശക്കാരനും ധനികനുമായി അറിയപ്പെടുന്ന ആളായിരുന്നു തേജ്പാൽ യാദവ്. പാവപ്പെട്ട മനുഷ്യർക്ക് ഉയർന്ന പലിശക്ക് പണം നൽകുകയും അവർക്ക് തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോൾ ഭീഷണിപ്പെടുത്തി അവരുടെ ഭൂമിയും വസ്തുക്കളും കുറഞ്ഞ വിലക്ക് തട്ടിയെടുക്കുകയുമെന്നത് അവന്റെ പഴയൊരു തന്ത്രമായിരുന്നു. തേജ്പാൽ രജനിയുടെ അടുത്തേക്ക് തിരിഞ്ഞ് തികച്ചും അമർഷത്തോടെയും ദേഷ്യത്തോടെയും താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, "നോക്ക് രജനി, ഇവിടെ വന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആവശ്യമില്ലാത്ത നാടകങ്ങൾ കളിക്കാതെ മിണ്ടാതിരുന്ന് കാര്യം തീർക്കാൻ നോക്ക്. ഇത് നിന്റെ ഭർത്താവ് ഉണ്ടാക്കി വെച്ച കടമാണ്." തേജ്പാലിന്റെ കൂടെ വന്നത് അവന്റെ ഭാര്യ മമതയും അവരുടെ പ്ലാനുകൾക്ക് സാക്ഷികളായി നിന്ന 2 കൂട്ടാളികളുമാണ്. രജനി അവരുടെ പിന്നാലെ ഓരോ അടിയും മുന്നോട്ട് വെക്കുമ്പോൾ അത് സ്വന്തം ശവകുടീരത്തിലേക്ക് നടക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. 2 വർഷം മുമ്പ് മദ്യപാനിയായ ഭർത്താവ് മരിച്ചപ്പോൾ അവശേഷിച്ച കടങ്ങൾ വീട്ടാൻ തേജ്പാൽ അവളെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അവളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 2 സെന്റ് ഭൂമി മാത്രമായിരുന്നു. ആ ഭൂമി സ്വന്തം പേരിലാക്കി മാറ്റാനാണ് തേജ്പാൽ അവളെ ബലമായി തഹസിൽ ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ നേരെ തഹസിലിനകത്തുള്ള വക്കീൽ ഗുപ്താജിയുടെ മേശക്കരികിലേക്ക് നടന്നു. എല്ലാവരും കസേരകളിൽ ഇരുന്നു. തേജ്പാൽ വക്കീലിനോട് തിടുക്കത്തിൽ പറഞ്ഞു, "ഗുപ്ത സാർ, കാര്യങ്ങൾ വേഗം തീർക്കൂ. ഞങ്ങൾക്ക് ഒത്തിരി ജോലികൾ ബാക്കിയുണ്ട്." വക്കീൽ ഫയൽ തുറന്ന് പേപ്പർ ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു, "പേപ്പറുകളെല്ലാം തയ്യാറാണ് തേജ്പാൽ സാർ. ഇനി ഫോട്ടോകൾ കൂടി ഒട്ടിച്ച് ഒപ്പിട്ടാൽ സംഭവം തീർന്നു." ഇത് കേട്ടതും തേജ്പാലിന്റെ ഭാര്യ മമത ക്രൂരമായ സന്തോഷത്തോടെ തേജ്പാലിനോട് പറഞ്ഞു, "എന്തായാലും ഇന്നത്തോടെ ഈ വിലപിടിപ്പുള്ള സ്ഥലം നമ്മുടെ സ്വന്തം പേരിൽ ആകുമല്ലോ. അതാലോചിക്കുമ്പോൾ സന്തോഷമാകുന്നു." ആ വാക്കുകൾ കേട്ടതും രജനിയുടെ ഉള്ളം വീണ്ടും തകർന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ താഴേക്ക് വീണുകൊണ്ടിരുന്നു. വക്കീൽ രജനിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, "പെങ്ങളെ, നീ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ ഭൂമി വിൽക്കാൻ തയ്യാറായത്? ആരുടെയും നിർബന്ധമില്ലല്ലോ." പക്ഷേ രജനി വാ തുറന്ന് ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ തേജ്പാൽ ഇടയിൽ കയറി പറഞ്ഞു, "അതെ അതെ വക്കീൽ സാർ, പൂർണ്ണ മനസ്സോടെയാണ് അവൾ വിൽക്കുന്നത്. ഞങ്ങൾ പണമൊക്കെ കയ്യിൽ കൊടുത്ത് തീർത്തതാണ്." രജനി വായ തുറന്നില്ല. സാരി തുമ്പിലേക്ക് നോക്കി മിണ്ടാതിരുന്നു. ഒടുവിൽ വക്കീൽ കടലാസുകൾ മാറ്റിവെച്ചുകൊണ്ട് പറഞ്ഞു, "ശരി, എന്നാൽ ഇനി ആകെ വേണ്ടത് 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ കൂടി മാത്രമാണ്. വേഗം പോയി ഫോട്ടോകൾ എടുത്ത് കൊണ്ടുവരൂ. ബാക്കി നടപടികൾ പൂർത്തിയാക്കാം." തേജ്പാൽ എല്ലാവരെയും കൂട്ടി തഹസിൽ ഓഫീസിന് പുറത്തുള്ള ഒരു ചെറിയ കമ്പ്യൂട്ടർ കടയിലേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ ആ ചെറിയ കടയിൽ വെച്ചാണ് രജനിയുടെ വിധിയെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വലിയ വഴിത്തിരിവ് കാത്തിരിക്കുന്നതെന്ന് അവർ ആരും അറിഞ്ഞിരുന്നില്ല. തഹസിൽ ഓഫീസിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്തിരുന്ന വളരെ ചെറിയൊരു ഡിജിറ്റൽ സേവന കേന്ദ്രമായിരുന്നു വിവേക് ഓൺലൈൻ സെന്റർ. ഓൺലൈൻ അപേക്ഷകൾ അയക്കുക, ആധാർ കാർഡുകൾ പ്രിന്റ് ചെയ്യുക, ഫോട്ടോ കോപ്പികൾ എടുക്കുക, അടിയന്തര ആവശ്യങ്ങൾക്കായി ആളുകളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എടുത്തു നൽകുക എന്നിവയായിരുന്നു ആ ചെറിയ കടയിൽ നടന്നിരുന്നത്. തഹസിൽ പ്രവർത്തിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ കടക്കുള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 4-5 പേർ മുന്നിൽ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. കടയുടെ ഉടമസ്ഥനും കമ്പ്യൂട്ടർ ഓപ്പറേറ്ററുമായ വിവേക് എന്ന 27കാരൻ വളരെ വേഗത്തിൽ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ ചെയ്തു തീർക്കുന്നു. അപ്പോഴാണ് തേജ്പാലിന്റെ കൂടെ വന്ന വക്കീലിന്റെ സഹായി കടയിലേക്ക് തിടുക്കത്തിൽ കയറി വന്നത്. അവൻ വിവേകിനോട് ഉറക്കെ പറഞ്ഞു, "വിവേക്,
വിവേക്, ഈ വന്നു നിൽക്കുന്ന ആളുകളുടെ ഒരു ഫോട്ടോ പെട്ടെന്ന് ഒന്ന് എടുത്തു കൊടുക്ക്. അവിടെ ഓഫീസിൽ ആധാരത്തിന്റെ പണി പകുതി വഴിയിൽ നിൽക്കുകയാണ്. സമയം വൈകുന്നു. വിവേക് തന്റെ ജോലി നിർത്തിവെച്ച് ശാന്തമായി അവരോട് പറഞ്ഞു. ശരി, അതിനെന്താ, ഇങ്ങോട്ട് വന്ന് കസേരയിൽ ഇരുന്നോളൂ. ആദ്യം ഫോട്ടോ എടുക്കാൻ ഇരുന്നത് തേജ്പാലിന്റെ ഭാര്യ മമതയാണ്. തന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പോകുന്നതിന്റെ വലിയൊരു അഹങ്കാരവും സന്തോഷവും അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. കസേരയിൽ ഇരുന്നുകൊണ്ട് അവൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് വിവേകിനോട് പറഞ്ഞു. അനിയ, എന്റെ ഫോട്ടോ നല്ല ഭംഗിയിൽ എടുക്കണേ. ജീവിതകാലം മുഴുവൻ ആധാരത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ ഇരിക്കേണ്ട ഫോട്ടോയാണ്. കാണുമ്പോൾ മോശം തോന്നരുത്. അവളുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ട് കടയിൽ നിന്ന രണ്ടുപേർ ചെറുതായി പുഞ്ചിരിച്ചു. വിവേകും ഒരു നേർത്ത പുഞ്ചിരിയോടെ ക്യാമറ ക്രമീകരിച്ച് മമതയുടെ ഫോട്ടോ പകർത്തി. അതിനുശേഷം തേജ്പാലിന്റെ കൂടെ വന്ന മറ്റ് രണ്ട് സാക്ഷികളുടെയും ഫോട്ടോകൾ അവൻ വേഗത്തിൽ എടുത്തു കഴിഞ്ഞു. അവസാനമായി പേടിച്ചരണ്ട് ഏറ്റവും പിന്നിൽ നിന്നിരുന്ന രജനിയുടെ ഊഴമെത്തി. തനിക്ക് നേരെ ഉയർന്ന ക്യാമറയെയും വിധിയെയും ഓർത്ത് അവൾ വിറക്കുന്ന കാലുകളോടെ പതുക്കെ വന്ന് കസേരയിലേക്ക് ഇരുന്നു. മുഖം മറച്ചിരുന്ന പഴയ ഷോൾ അവൾ മെല്ലെ പിന്നിലേക്ക് മാറ്റിയ നിമിഷം ക്യാമറയുടെ ലെൻസിലൂടെ അവളുടെ മുഖം കണ്ട വിവേകിന്റെ കൈകൾ പെട്ടെന്ന് നിശ്ചലമായി. അവൻ ക്യാമറയിൽ നിന്നും മുഖമുയർത്തി അമ്പരപ്പോടെ ആ യുവതിയെ നോക്കി. കുറച്ചു നിമിഷങ്ങൾ അവനൊന്നും മിണ്ടാതെ അവളെ അങ്ങനെ നോക്കി നിന്നു. പിന്നെ വിവേക് വിശ്വസിക്കാനാവാതെ വിളിച്ചുപോയി. രജനി, നീയാണോ ഇത്? രജനി നെട്ടലോടെ തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. വക്കീൽ ഓഫീസിലെയും തേജ്പാലിന്റെ ഭീഷണികളുടെയും ഇടയിൽപ്പെട്ട് ആകെ തളർന്നു പോയിരുന്ന അവൾക്ക് ആ ശബ്ദം കേട്ടപ്പോൾ എന്തോ ഒരു പരിചയം തോന്നി. അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു, വിവേക്? അതെ. വിവേകിന് കാര്യങ്ങൾ ഓർമ്മ വരാൻ അധിക സമയം വേണ്ടി വന്നില്ല. തങ്ങൾ രണ്ടുപേരും ഇന്റർ കോളേജിൽ ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച സഹപാഠികളായിരുന്നു. വിവേകിന്റെ മനസ്സിലേക്ക് പഴയകാല ഓർമ്മകൾ ഇടിച്ചു കയറി. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ആ ക്ലാസ്സിലെ തന്നെ ഏറ്റവും അധികം ചിരിക്കുകയും തമാശ പറയുകയും എല്ലാവരോടും ആവേശത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന പെൺകുട്ടിയായിരുന്നു രജനി. പ്രസംഗ മത്സരങ്ങളിലും മറ്റ് കലാപരിപാടികളിലും എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്ന ആ ഊർജ്ജസ്വലയായ പെൺകുട്ടി ഇന്ന് ഒരു പിങ്ക് സാരി മാത്രം ധരിച്ച് വിറച്ച് കണ്ണീരിൽ കുതിർന്ന് തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ വിവേകിന്റെ ഉള്ളിലൊരു കനത്ത വേദന പടർന്നു. എന്നാൽ അവരുടെ ഈ കൂടിക്കാഴ്ച തേജ്പാലിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ കടക്ക് പുറത്തു നിന്നും ഉറക്കെ അലറി, ചെറുക്ക, വേഗം ഫോട്ടോ എടുക്ക്. ഞങ്ങൾ ഇവിടെ വന്നത് നിങ്ങളുടെ പഴയ കോളേജ് പരിചയം പുതുക്കാനല്ല. ഓഫീസിൽ വക്കീൽ കാത്തിരിക്കുകയാണ്. വിവേക് പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. അവൻ ദേഷ്യം അടക്കി വെച്ച് ക്യാമറ വീണ്ടും രജനിക്ക് നേരെ തിരിച്ചു വെച്ചു. ക്യാമറയുടെ ലെൻസിലൂടെ നോക്കിയ വിവേക് കണ്ടത് രജനിയുടെ അടച്ചിട്ട കണ്ണുകളിൽ നിന്ന് വീണ്ടും കനത്ത കണ്ണീർ തുള്ളികൾ ഒഴുകി അവളുടെ കവിളിലൂടെ താഴേക്ക് വീഴുന്നതാണ്. അവൻ വളരെ താഴ്ന്ന സ്വരത്തിൽ പതുക്കെ പറഞ്ഞു, രജനി, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ ഫോട്ടോ തെളിഞ്ഞു വരില്ലല്ലോ. ഫോട്ടോ മോശമാകും. രജനി തന്റെ സാരിത്തുമ്പ് കൊണ്ട് കണ്ണീർ തുടക്കാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിലെ സങ്കടം സഹിക്കാനാവാതെ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ആ സമയത്ത് കടയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ 2 കപ്പ് ചൂട് ചായ തയ്യാറാക്കി കൗണ്ടറിലേക്ക് കൊണ്ടുവച്ചു. വിവേക് അതിലൊരു കപ്പ് ചായ കയ്യിലെടുത്ത് രജനിക്ക് നേരെ നീട്ടി. ദാ, ഈ ചായ കുടിക്കൂ. പുറത്ത് കനത്ത തണുപ്പല്ലേ. വേണ്ട വിവേക്, എനിക്കൊന്നും വേണ്ട. രജനി നിരസിക്കാൻ നോക്കി. ഇല്ല രജനി, കുടിക്കൂ. നിന്റെ കൈകൾ തണുത്തു മരവിച്ചിരിക്കുകയാണ്, വിവേക് സ്നേഹത്തോടെ നിർബന്ധിച്ചു. രജനി പതുക്കെ തന്റെ വിറക്കുന്ന കൈകൾ നീട്ടി ആ ചായക്കപ്പ് വാങ്ങി. ചായക്കപ്പ് കയ്യിലെടുത്തപ്പോഴും അവളുടെ കൈകൾ വിറക്കുന്നത് വിവേക് ശ്രദ്ധിച്ചു. കാര്യം വെറും ഒരു സാധാരണ ഭൂമി വിൽപ്പനയല്ലെന്നും രജനി വലിയൊരു ആപത്തിൽ പെട്ടിരിക്കുകയാണെന്നും വിവേകിന് പൂർണ്ണമായും മനസ്സിലായി. വിവേക് പതുക്കെ അവളുടെ അരികിലേക്ക് ചാഞ്ഞു നിന്ന് ആരും അറിയാതെ ചോദിച്ചു, രജനി, സത്യം പറ, എന്താണ് പ്രശ്നം? എല്ലാം ഓക്കെ അല്ലേ? രജനി കുറച്ചു സമയം ഒന്നും മിണ്ടാതെ നിലത്തേക്ക് നോക്കിയിരുന്നു. പിന്നെ താഴ്ന്ന് വിതുമ്പുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഒന്നും ഓക്കെ അല്ല വിവേക്, ഒന്നും. കടക്കുള്ളിൽ നിൽക്കുമ്പോൾ രജനിയുടെ ഉള്ളിലെ സങ്കടങ്ങളുടെ അണക്കെട്ട് പൊട്ടുകയായിരുന്നു. കയ്യിലിരുന്ന ചായക്കപ്പിലേക്ക് നോക്കിക്കൊണ്ട് അവൾ വിവേകിനോട് തന്റെ ദാരുണമായ അവസ്ഥ വിവരിക്കാൻ തുടങ്ങി. എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി വിവേക്. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഒരുപാട് ആളുകളിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. അദ്ദേഹം മരിച്ചതോടെ ആ കടങ്ങളെല്ലാം എന്റെ തലയിലായി. ഇപ്പോൾ ഈ തേജ്പാലും കൂട്ടരും ആ കടത്തിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്റെ വസ്തു തട്ടിയെടുക്കാൻ നോക്കുകയാണ്. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 2 സെന്റ് ഭൂമി മാത്രമാണ്. അതും കൂടി പോയാൽ ഞാൻ തെരുവിലാകും. വിവേകിന്റെ മുഖത്തെ നേരത്തെ പുഞ്ചിരി പൂർണ്ണമായും മാഞ്ഞുപോയി. അവൻ ഗൗരവത്തോടെ ചോദിച്ചു,
വീട്ടിൽ വേറെ ആരുമില്ലേ നിന്നെ സഹായിക്കാൻ? ബന്ധുക്കളാരുമില്ലേ? ആരുമില്ല വിവേക്. ഭർത്താവിന്റെ വീട്ടുകാർ എന്നെ പണ്ടേ ഉപേക്ഷിച്ചു. എന്റെ വീട്ടുകാർ ദരിദ്രരാണ്. അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. ഞാൻ തികച്ചും ഒറ്റക്കാണ്. രജനിയുടെ കണ്ണീർ സാരിത്തുമ്പിലേക്ക് വീണ്ടും പടർന്നു. പുറത്തുനിന്നും തേജ്പാലിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. എന്താടോ ഫോട്ടോ എടുക്കാൻ ഇത്രയും സമയം? അവിടെ ഓഫീസിൽ സമയം വൈകുകയാണ്. ദാ 2 മിനിറ്റ് സർ, കമ്പ്യൂട്ടറിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നം, വിവേക് പുറത്തേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു. പക്ഷേ ആ നിമിഷം വിവേകിന്റെ മനസ്സ് അതിവേഗം ചിന്തിക്കുകയായിരുന്നു. സ്കൂളിൽ തനിക്കൊപ്പം പഠിച്ച, എപ്പോഴും ചിരിച്ചു കണ്ടിരുന്ന തന്റെ പഴയ കൂട്ടുകാരിയെ ഈ കടക്കെണിയിൽ നിന്നും, തേജ്പാലിന്റെ കെണിയിൽ നിന്നും രക്ഷിക്കണം എന്നവൻ ഉറപ്പിച്ചു. എന്നാൽ വലിയ സ്വാധീനമുള്ള തേജ്പാലിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ആ സാഹചര്യത്തിൽ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ പെട്ടെന്ന് ഒരു തന്ത്രം മെനഞ്ഞു. വിവേക് എല്ലാവരുടെയും ഫോട്ടോകൾ പ്രിന്റ് ചെയ്ത് കവറിലാക്കിയ കൂട്ടത്തിൽ രജനിയുടെ 2 ഫോട്ടോകൾ മാത്രം അറിഞ്ഞുകൊണ്ട് മാറ്റിവെച്ചു. ആകെ 4 ഫോട്ടോകൾ വേണ്ട സ്ഥാനത്ത് വിവേക് 2 ഫോട്ടോകൾ മാത്രമാണ് കവറിലാക്കിയത്. തേജ്പാലിന്റെ ഭാര്യ മമത ആ കവറുമായി വലിയ സന്തോഷത്തോടെ ഓഫീസിലേക്ക് നടന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അരമണിക്കൂറിന് ശേഷം മമത ദേഷ്യത്തോടെ കടയിലേക്ക് തിരികെ വന്നു. തനിക്ക് ജോലി ചെയ്യാൻ അറിയാമോ ചെറുക്ക? ഇതിലാ പെണ്ണിന്റെ 2 ഫോട്ടോ കുറവാണ്. 4 ഫോട്ടോ ഇല്ലാതെ വക്കീൽ ഒപ്പിടില്ല എന്ന് പറയുന്നു. മമത വിവേകിന് നേരെ തട്ടിക്കയറി. വിവേക് കപടമായ ഒരമ്പരപ്പോടെ പറഞ്ഞു, അയ്യോ മാഡം, തിരക്കിനിടയിൽ പറ്റിയ അബദ്ധമായിരിക്കും, ക്ഷമിക്കണം. ഒരു കാര്യം ചെയ്യൂ, ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് ഒന്നും കൂടി അയക്കൂ. ഞാൻ ബാക്കി 2 ഫോട്ടോകൾ ഇപ്പോൾ തന്നെ പ്രിന്റ് ചെയ്ത് തരാം. മമത പിറുപിറുത്തുകൊണ്ട് തിരികെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ രജനി ഒറ്റയ്ക്ക് കടയിലേക്ക് തിരികെ വന്നു. ആ സമയത്ത് കടയിൽ മറ്റാളുകളുടെ തിരക്ക് കുറവായിരുന്നു. വിവേക് പതുക്കെ രജനിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, രജനി, സത്യം പറ, നിനക്ക് ഈ സ്ഥലം വിൽക്കാൻ ആഗ്രഹമുണ്ടോ? രജനി ഏതാനും നിമിഷങ്ങൾ വിവേകിന്റെ കണ്ണുകളിലേക്ക് നോക്കി. 5-6 സെക്കൻഡുകൾക്ക് ശേഷം അവൾ സാവധാനം തലയാട്ടിക്കൊണ്ട് ഇല്ല എന്നാംഗ്യം കാണിച്ചു. വിവേക് കാര്യം ഉറപ്പിച്ചു. അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, എങ്കിൽ കേൾക്കൂ, ഇന്നീ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ നിന്നെ സഹായിക്കാൻ എനിക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താൻ സാധിക്കും. ആ വാക്കുകൾ കേട്ടതും രജനിയുടെ കണ്ണുകളിൽ മാസങ്ങൾക്ക് ശേഷം ഒരു കൊച്ചു പ്രതീക്ഷ നാളം തെളിഞ്ഞു. അവൾ വിവേകിനെ അത്ഭുതത്തോടെ നോക്കി. വിവേക് നൽകിയ ആ കുഞ്ഞു പ്രതീക്ഷയ്ക്ക് പിന്നാലെ വലിയൊരു ഭയവും രജനിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അവൾ വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, വിവേക്, നിനക്കറിയില്ലേ ഇവരെത്ര അപകടകാരികളാണെന്ന്? ഈ നാട്ടിലെ വലിയ പലിശക്കാരും ഗുണ്ടകളുമാണ് ഇവർ. ഇന്നിത് നടന്നില്ലെങ്കിൽ ഇവർ എന്നെ വെറുതെ വിടില്ല. എന്റെ വീട് വരെ വരും. എന്റെ പ്രായമായ മാതാപിതാക്കളെ പോലും ഇവർ ഉപദ്രവിക്കും. വിവേക് ശാന്തനായി അവളുടെ കൈകളിലേക്ക് നോക്കി പറഞ്ഞു, ധൈര്യമായിരിക്കും രജനി. ഇന്നെന്തെങ്കിലും ചെയ്ത് ഈ രജിസ്ട്രേഷൻ മുടക്കണം. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നീ തിരികെ പോയി അല്പം ധൈര്യം കാണിക്ക്. പുറത്തുനിന്ന് മമതയുടെ വിളി കേട്ടതും രജനി വേഗത്തിൽ വിവേക് നൽകിയ പുതിയ ഫോട്ടോകളുമായി തഹസിലിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. വിവേക് അവൾക്ക് ധൈര്യം നൽകിക്കൊണ്ട് കണ്ണുകൾ അടച്ച് തലയാട്ടി. തഹസീലിൽ എത്തിയപ്പോൾ തേജ്പാൽ കോപത്തോടെ ചോദിച്ചു, എന്താടി ഇത്രയും വൈകിയത്? മമത ഇടയിൽ കയറി പറഞ്ഞു, ആ ഫോട്ടോക്കാരൻ അവിടെ കിടന്ന് സ്വന്തക്കാരനെന്ന മട്ടിൽ ഇവളോട് സംസാരിക്കുകയാണ്. രാജ്പാൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു, അവന്റെ ഒരു ഫോട്ടോ കൂടുതലായി തുള്ളിയാൽ അവന്റെ കട ഞാൻ പൂട്ടിക്കും. അവർ വക്കീലിന്റെ അടുത്തെത്തി. പേപ്പറുകൾ എല്ലാം തയ്യാറായിരുന്നു. ഇനി രജനിയുടെ ഒപ്പ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. വക്കീൽ പേപ്പറും പേനയും രജനിക്ക് നേരെ നീട്ടി. ദാ ഇവിടെ ഒപ്പിട്. വേഗം കഴിഞ്ഞാൽ നിനക്കും വീട്ടിൽ പോകാം. പേന കയ്യിലെടുത്തതും രജനിയുടെ കൈകൾ കഠിനമായി വിറക്കാൻ തുടങ്ങി. വിവേക് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങി. ഇനി രജിസ്ട്രേഷൻ നടക്കരുത്. അവൾക്ക് ഒപ്പിടാൻ പേന ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. തേജ്പാൽ അവളുടെ അരികിലേക്ക് ആനുനിന്ന് ഭീഷണിയോടെ പറഞ്ഞു, നാടകം കളിക്കാതെ വേഗം ഒപ്പിട്. പെട്ടെന്ന് രജനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തല കറങ്ങി അവൾ കസേരയിൽ നിന്നും തറയിലേക്ക് വീണു. ഓഫീസിൽ വൻ ബഹളമായി. ആളുകൾ ഓടിക്കൂടി. തേജ്പാലിന്റെ ഭാര്യ മമത പറഞ്ഞു, ഇവൾ വെറുതെ നാടകം കളിക്കുകയാണ്. എന്നാൽ അടുത്തുള്ള ഒരു പ്രായമായ വക്കീൽ തേജ്പാലിന് നേരെ കയർത്തു. താൻ എന്തൊക്കെയാ പറയുന്നത്? ഒരു സ്ത്രീ ബോധം കെട്ട് വീണിരിക്കുന്നു. ആദ്യം അവൾക്ക് വെള്ളം കൊടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോ. സ്ഥലം പിന്നെയും എഴുതി വാങ്ങാം. ആളുകൾ കൂടിയതോടെ തേജ്പാലിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. രജനിയെ ആളുകൾ എടുത്ത് പുറത്തെത്തിച്ചു. ഓട്ടോ വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കാനും ഡോക്ടർ പരിശോധിച്ച് മരുന്ന് നൽകാനും മണിക്കൂറുകൾ എടുത്തു. അവൾ തിരികെ ബോധം വന്ന് തഹസീലിൽ എത്തുമ്പോഴേക്കും വൈകുന്നേരം 5 മണി കഴിഞ്ഞു. അപ്പോഴേക്കും തഹസീൽ ഓഫീസിലെ ആധാരം രജിസ്ട്രേഷൻ സമയം അവസാനിച്ചിരുന്നു. ദേഷ്യം കൊണ്ട് തേജ്പാലിന്റെ മുഖം ചുവന്നു. അവൻ ആക്രോശിച്ചു, ഇന്ന് ശനിയാഴ്ചയാണ്. ഇനി നാളെ ഞായറാഴ്ച. തഹസീൽ അവധിയാണ്. തിങ്കളാഴ്ച രാവിലെ ഞാൻ നിന്റെ വീട്ടിലെത്തും രജനി. അന്ന് നീ ഒപ്പിടും. വിവേക് പദ്ധതിയിട്ടതുപോലെ തന്നെ അന്നത്തെ ആപത്ത് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞുമാറി. അന്നു രാത്രി
രാത്രി ഏകദേശം 9 മണിയായപ്പോൾ നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള തന്റെ ഗ്രാമത്തിലെ പഴയ മൺവീട്ടിൽ രജനി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. പുറത്ത് കനത്ത തണുപ്പും കാറ്റുമടിച്ച് വീശുന്നുണ്ട്. വക്കീൽ ഓഫീസിൽ എന്താണ് സംഭവിച്ചതെന്നും രജിസ്ട്രേഷൻ നടന്നോ ഇല്ലയോ എന്നും അറിയാതെ പ്രായമായ അമ്മ ആവർത്തിച്ച് ചോദിച്ചിട്ടും രജനി ഒന്നും മിണ്ടിയില്ല. അവൾ മൺചുവരിൽ ചാരി നിശബ്ദയായി ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് അവളുടെ പഴയ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. സ്ക്രീനിൽ തെളിഞ്ഞത് അപരിചിതമായ ഒരു പുതിയ നമ്പറാണ്. ഭയത്തോടെ അവൾ ഫോൺ ചെവിയോട് ചേർത്തു വെച്ചു. ഹലോ രജനി, ഞാൻ വിവേകാണ്. മറുതലക്കൽ നിന്നും ആശ്വാസം നൽകുന്ന ആ ശബ്ദം കേട്ടപ്പോൾ രജനിയുടെ ശ്വാസം നേരെ വീണു. ആ വിവേക്, അവൾ പതുക്കെ പറഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ട് നിന്റെ ആരോഗ്യം? ബോധം കെട്ട് വീണതൊക്കെ കണ്ട് ഞാൻ ശരിക്കും ഭയന്നു പോയി. കുഴപ്പമൊന്നുമില്ലല്ലോ? വിവേക് അന്വേഷിച്ചു. രജനി കൈപ്പേറിയ ഒരു നേർത്ത ചിരിയോടെ പറഞ്ഞു. നിനക്കറിയില്ലേ വിവേക്, എനിക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. വിവേക് ഫോണിലൂടെ പതുക്കെ പുഞ്ചിരിച്ചു. അറിയാം രജനി, നീ ഇന്ന് ശരിയായ കാര്യമാണ് ചെയ്തത്. ഇന്ന് ആ സ്ഥലം അവരുടെ പേരിൽ എഴുതി കൊടുത്തിരുന്നുവെങ്കിൽ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ തിങ്കളാഴ്ച രാവിലെ തേജ്പാലും ആളുകളും വീണ്ടും നിന്റെ വീട്ടിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും? ആ ചോദ്യം കേട്ടതും രജനിയുടെ തൊണ്ടയിടറി. കണ്ണുകളിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. എനിക്കറിയില്ല വിവേക്, എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. അവർ എന്നെ വെറുതെ വിടില്ല. വിവേക് ശാന്തമായി പറഞ്ഞു. രജനി, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? നീ എന്നെ പൂർണ്ണമായി വിശ്വസിക്കുമോ? ഞാൻ നിന്നെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചോട്ടെ? ഫോണിന്റെ മറുതലക്കൽ കനത്ത നിശബ്ദത പടർന്നു. രജനിയുടെ കവിളിലൂടെ കണ്ണീർ തുള്ളികൾ വീണ്ടും താഴേക്ക് പതിച്ചു. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ വിശ്വസിക്കാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ ആരാണ് ബാക്കിയുള്ളത് വിവേക്? ഭർത്താവ് മരിച്ചതോടെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. എല്ലാവർക്കും എന്റെ ഭൂമി മാത്രമാണ് വേണ്ടത്. രജനിയുടെ വാക്കുകളിലെ സങ്കടം വിവേകിന്റെ മനസ്സിൽ തട്ടി. അവൻ പറഞ്ഞു. എങ്കിൽ നാളെ രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിന് പിന്നിലെ ചെറിയ പാർക്കിലേക്ക് വാ. നമുക്ക് നേരിട്ട് സംസാരിക്കാം. നിന്റെ ഭൂമിയും ജീവിതവും രക്ഷിക്കാൻ എനിക്കൊരു വഴി അറിയാം. പിറ്റേന്ന് രാവിലെ രജനി വീട്ടിൽ ആരും അറിയാതെ ക്ഷേത്രത്തിന് പിന്നിലെ പാർക്കിലെത്തി. വിവേക് നേരത്തെ തന്നെ അവിടെ എത്തി ഒരു ബെഞ്ചിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വിറക്കുന്ന തണുപ്പിലും നേർത്ത സാരി മാത്രം ധരിച്ച് തലയിൽ പഴയൊരു ഷാൾ പുതച്ച് വന്ന രജനിയെ കണ്ടപ്പോൾ അവന്റെ മനസ്സ് വേദനിച്ചു. വിവേക് ഉടൻ തന്നെ അവളെ അടുത്തുള്ള കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു നല്ല കമ്പിളി ഷാൾ വാങ്ങി നൽകി. രജനി അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചെങ്കിലും വിവേക് നിർബന്ധിച്ച് അവളെ കൊണ്ട് അത് ധരിപ്പിച്ചു. തണുപ്പകറ്റുന്ന ആ ഷാൾ പുതച്ചപ്പോൾ വർഷങ്ങൾക്ക് ശേഷം തനിക്ക് സംരക്ഷണം നൽകാൻ ഒരു തണൽ ലഭിച്ചതുപോലെ രജനിക്ക് തോന്നി. അവർ പാർക്കിലെ ബെഞ്ചിൽ പോയി ഇരുന്നു. രജനി തന്റെ മുൻകാല ജീവിതത്തിലെ ദാരുണമായ സംഭവങ്ങൾ വിവേകിനോട് പങ്കുവെച്ചു. മദ്യപാനിയായ ഭർത്താവ് തന്നോട് കാട്ടിയ ക്രൂരതകളും കടും വരുത്തിവെച്ച് ഒടുവിൽ തെരുവിൽ കിടന്ന് മരിച്ചതും ഭർത്താവിന്റെ വീട്ടുകാർ കൈവിട്ടതുമെല്ലാം അവൾ വിതുമ്പലോടെ പറഞ്ഞു. ഞാൻ തനിച്ചാണെന്ന് കണ്ടപ്പോൾ എല്ലാവരും എന്നെ ചവിട്ടി മെതിക്കാൻ നോക്കുകയാണ് വിവേക്, അവൾ പറഞ്ഞു. എല്ലാം കേട്ട ശേഷം വിവേക് അവളോട് പറഞ്ഞു. കേൾക്കു രജനി, തിങ്കളാഴ്ച രാവിലെ തേജ്പാലും സംഘവും നിന്റെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് നീ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. എന്നിട്ട് ആരും അറിയാതെ വീട്ടിൽ നിന്നും ഇറങ്ങണം. പക്ഷേ അവർ എന്റെ വീട് വരെ എത്തിയാൽ എന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കില്ലേ? രജനി ഭയന്നു. ഇല്ല, അവർ വരുമ്പോൾ നീ വീട്ടിലില്ലെങ്കിൽ അവർ തഹസിലിലേക്ക് പോകും. ഞാൻ കൂടിയുണ്ട് രജനി, പേടിക്കേണ്ട. വിശ്വസിച്ചിറങ്ങി വാ. വിവേക് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പിച്ചു പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തേജ്പാൽ യാദവും കൂട്ടാളികളും വലിയ കാറുമായി രജനിയുടെ ഗ്രാമത്തിലെ പഴയ വീടിന് മുന്നിൽ വന്നിറങ്ങി. തേജ്പാലിന്റെ മുഖത്ത് ഇന്ന് എങ്ങനെയെങ്കിലും ആധാരം എഴുതി വാങ്ങുമെന്ന ഭാവമായിരുന്നു. കാറിന്റെ വാതിൽ ശക്തിയായി അടച്ച് അവൻ രജനിയുടെ വീട്ടുപടിക്കലേക്ക് നടന്നെത്തി. വീടിന്റെ ഉമ്മറത്ത് രജനിയുടെ അച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു. തേജ്പാൽ ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഏ വൃദ്ധ, എവിടെ നിന്റെ മകൾ? അവളോട് വേഗം ഇറങ്ങി വരാൻ പറ. ഓഫീസിലേക്ക് പോകാൻ സമയമായി. പേടിച്ചരണ്ട അച്ഛൻ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അവൾ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ സർ. തേജ്പാൽ സംശയത്തോടെ ഉടൻ തന്നെ രജനിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. എന്നാൽ സ്വിച്ച് ഓഫ് എന്ന സന്ദേശമാണ് ലഭിച്ചത്. അവൾ തങ്ങളെ പേടിച്ച് നേരത്തെ തന്നെ ഓഫീസിലേക്ക് പോയതായിരിക്കും എന്ന് കരുതി തേജ്പാലും സംഘവും ഒട്ടും സമയം കളയാതെ ഓഫീസിലേക്ക് വണ്ടി വിട്ടു. എന്നാൽ സത്യത്തിൽ രജനി തഹസിലിലേക്ക് ആയിരുന്നില്ല പോയത്. അവൾ ഗ്രാമത്തിനു പുറത്തുള്ള ഒരു വിജനമായ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. അവൾ അടുത്തുള്ള കടക്കാരന്റെ ഫോണിൽ നിന്നും വിവേകിനെ വിളിച്ചു. വിവേക്, അവർ എന്റെ വീട്ടിൽ വന്നു പോയി. എനിക്കാകെ ഭയമാകുന്നു. അവളുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. പേടിക്കേണ്ട രജനി, ഞാൻ എന്റെ വിശ്വസ്തനായ കൂട്ടുകാരനെ ബൈക്കുമായി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവൻ പറയുന്നിടത്തേക്ക് നീ മിണ്ടാതെ പോവുക. വിവേക് അവൾക്ക് ധൈര്യം നൽകി. കുറച്ചു സമയത്തിനുള്ളിൽ വിവേകിന്റെ സുഹൃത്തെത്തി രജനിയെ ബൈക്കിൽ കയറ്റി കൂട്ടിക്കൊണ്ട് പോയി. അവർ ചെന്നെത്തിയത് വിവേകിന്റെ സ്വന്തം വീട്ടിലേക്കായിരുന്നു. ആ സമയത്ത് വിവേക് കടയിലായിരുന്നതിനാൽ വീട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ അമ്മ വാതിൽ തുറന്ന് യാതൊരു സംശയവും ചോദ്യങ്ങളും കൂടാതെ ആ പാവം പെൺകുട്ടി
വ്യക്തിയെ അകത്തേക്ക് സ്വീകരിച്ചു. അവർ അവൾക്ക് ചൂടുള്ള ഭക്ഷണവും കുടിക്കാൻ വെള്ളവും നൽകി ആശ്വസിപ്പിച്ചു. അതേസമയം തേജ്പാലും സംഘവും ഓഫീസിൽ രജനിയെ ഭ്രാന്തമായി തിരയുകയായിരുന്നു. വക്കീലിന്റെ ഓഫീസിലും രജിസ്ട്രേഷൻ മുറിയിലും കസേരകൾക്കിടയിലുമെല്ലാം അവർ അന്വേഷിച്ചു. ഒടുവിൽ തേജ്പാൽ സംശയത്തോടെ വിവേകിന്റെ കമ്പ്യൂട്ടർ കടയിലേക്കും കടന്നു വന്നു. എടാ ചെർക്ക, ആ പെണ്ണിനെ ഇവിടെയെങ്ങാനും കണ്ടോ നീ? തേജ്പാൽ അലറി. വിവേക് വളരെ ശാന്തനായി ഭാവവ്യത്യാസമൊന്നുമില്ലാതെ പറഞ്ഞു. ഇല്ലല്ലോ സർ, ശനിയാഴ്ചക്ക് ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. തേജ്പാൽ സംശയത്തോടെ വിവേകിനെ സൂക്ഷിച്ചു നോക്കി. സത്യം പറയടാ, നീ എന്തെങ്കിലും കള്ളക്കളി കളിക്കുന്നുണ്ടോ? എനിക്ക് എന്ത് കള്ളക്കളി സർ, ഞാൻ ഇവിടെ എന്റെ ജോലി ചെയ്യുകയാണ്, വിവേക് തിരിച്ചടിച്ചു. തേജ്പാൽ വിരൽ ചൂണ്ടി ഭീഷണിപ്പെടുത്തി. നോക്ക്, അവൾ എങ്ങാനും നിന്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞാൽ നിന്റെ കട ഞാൻ പൂട്ടിക്കും. അയാൾ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. അന്ന് രാത്രി വിവേക് വീട്ടിലെത്തി. തേജ്പാൽ തന്നെ സംശയിക്കുന്നുണ്ടെന്നും രജനിയെ തന്റെ വീട്ടിൽ നിർത്തുന്നത് ഇനി സുരക്ഷിതമല്ലെന്നും അവൻ മനസ്സിലാക്കി. അന്നു തന്നെ രാത്രി വിവേക് തന്റെ അമ്മയോടൊപ്പം രജനിയെ രഹസ്യമായി മറ്റൊരു ജില്ലയിലുള്ള തന്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. അവിടെ രജനി തേജ്പാലിന്റെ കണ്ണുകളിൽ നിന്നും പൂർണ്ണമായും സുരക്ഷിതയായിരുന്നു. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. തേജ്പാലും കൂട്ടാളികളും രജനിക്കായി നാട് മുഴുവൻ തിരച്ചിൽ നടത്തി. അവളുടെ ബന്ധുക്കളുടെ വീടുകളിലും പരിചയക്കാരുടെ ഇടയിലുമെല്ലാം അവർ ആളുകളെ അയച്ചു. എന്നാൽ രജനിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഭയം കാരണം അവൾ ദൂരെ എങ്ങോട്ടെങ്കിലും നാടുവിട്ടു പോയി കാണുമെന്ന് കരുതി തേജ്പാൽ തിരച്ചിൽ അവസാനിപ്പിച്ചു. അതിനിടയിൽ വിവേകിന്റെ അമ്മാവന്റെ വീട്ടിൽ രജനി സാവധാനം പഴയ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരികയായിരുന്നു. അവിടുത്തെ വീട്ടുജോലികളിൽ സഹായിച്ചും ശാന്തമായും അവൾ ദിവസങ്ങൾ തള്ളി നീക്കി. വിവേക് ഇടയ്ക്കിടെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അവളുടെ ശബ്ദത്തിൽ പഴയ ഭയം മാറി പ്രകാശം നിറയുന്നത് വിവേക് അറിഞ്ഞു. എന്നാൽ 2 മാസത്തിനു ശേഷം വിവേകിനെ സഹായിക്കാനായി രജനി അപ്രതീക്ഷിതമായി ഗ്രാമത്തിലേക്ക് തിരികെ വന്നു. അവൾ വിവേകിന്റെ കമ്പ്യൂട്ടർ കടയിലിരുന്ന് ഉപഭോക്താക്കളുടെ കടലാസുകൾ ക്രമീകരിക്കാൻ തുടങ്ങി. പക്ഷേ വിധി വീണ്ടും അവിടെ കരിനിഴൽ വീഴ്ത്തി. തഹസീലിൽ വന്ന തേജ്പാലിന്റെ ഒരാൾ വിവേകിന്റെ കടക്കുള്ളിൽ രജനി ഇരിക്കുന്നത് കണ്ടു. അവൻ നെട്ടലോടെ ഉടൻ തന്നെ തേജ്പാലിനെ വിളിച്ച് വിവരം അറിയിച്ചു. 2 മാസമായി തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നറിഞ്ഞ തേജ്പാലിന്റെ കോപം ഇരട്ടിച്ചു. അല്പസമയത്തിനകം 2 കാറുകളുമായി തേജ്പാലും ഭാര്യ മമതയും ഗുണ്ടകളും വിവേകിന്റെ കടക്ക് മുന്നിൽ ഇടിച്ചെത്തി. തേജ്പാൽ കടക്കുള്ളിലേക്ക് കയറി ഉറക്കെ അലറി. ഓഹോ, അപ്പോൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അല്ലടി നിന്നെ. മമത മുന്നോട്ട് വന്ന് രജനിയുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചു. കടയിലുള്ളവർ ഭയന്നോടിയെങ്കിലും വിവേക് പെട്ടെന്ന് ഇടയിൽ കയറി വന്നു. അവൻ മമതയുടെ കൈ തട്ടിമാറ്റി രജനിയെ തനിക്ക് പിന്നിലേക്ക് നിർത്തി ശ്വാസിച്ചു. കൈ തട്ടിമാറ്റ്. ഒരു സ്ത്രീയുടെ മേൽ ബലം പ്രയോഗിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? വിവേക് ഇടയിൽ കയറി തടഞ്ഞത് കണ്ടതും തേജ്പാലിന്റെ കോപം ഇരട്ടിച്ചു. അവൻ വിവേകിന് നേരെ ആക്രോശിച്ചു. ഡാ ചെർക്ക, നീ ഞങ്ങളുടെ കാര്യത്തിൽ അനാവശ്യമായി തലയിടേണ്ട. ഇവളുടെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ എന്റെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം തീർക്കാനാണ് ഇവൾ ഈ ഭൂമി തരാമെന്ന് ഏറ്റിരുന്നത്. വിവേക് തന്റെ ജീവിതത്തിൽ ആദ്യമായി അത്രയും ഉയർന്ന ശബ്ദത്തിൽ ഗൗരവത്തോടെ സംസാരിച്ചു. തെറ്റായ കാര്യം കണ്ടാൽ ഞാൻ തീർച്ചയായും ഇടപെടും സർ. ഒരു സ്ത്രീ തനിച്ചാണെന്ന് കണ്ട് അവരെ ഭീഷണിപ്പെടുത്തി വസ്തു തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാൻ മിണ്ടാതിരിക്കില്ല. കടക്കുള്ളിൽ തർക്കവും ബഹളവും മുറുകുന്നത് കണ്ട വിവേക് ഇനി സമയം കളയുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി. അവൻ ഉടൻ തന്നെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് പോലീസിന്റെ അടിയന്തര നമ്പറായ 112ലേക്ക് വിളിച്ചു. കാര്യം കൈവിട്ടു പോവുകയാണെന്നും പോലീസുകാർ കടയിലേക്ക് എത്തുമായിരിക്കുമെന്നും മനസ്സിലാക്കിയതോടെ കടക്ക് മുന്നിൽ തടിച്ചുകൂടിയ ആളുകളും തേജ്പാലിന്റെ ചില ഗുണ്ടകളും അല്പം പിന്നാക്കം മാറി. കൃത്യം 10 മിനിറ്റിനുള്ളിൽ പോലീസിന്റെ പെട്രോളിംഗ് വാഹനം സൈറൻ മുഴക്കിക്കൊണ്ട് കടക്ക് മുന്നിൽ വന്നു നിന്നു. കടക്കുള്ളിലെ സംഘർഷാവസ്ഥ കണ്ട് ഇൻസ്പെക്ടർ കാര്യം അന്വേഷിക്കുകയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തേജ്പാലിനെയും ഭാര്യയെയും വിവേകിനെയും രജനിയെയുമെല്ലാം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിലെ ചെറിയ മുറിയിൽ വലിയൊരു വിചാരണം തന്നെയാണ് നടന്നത്. ഇൻസ്പെക്ടർ തന്റെ കസേരയിലിരുന്ന് തേജ്പാലിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. തേജ്പാൽ തന്റെ പക്കലുണ്ടായിരുന്ന ചില പഴയ വെള്ളക്കടലാസുകൾ ഇൻസ്പെക്ടർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. സർ, ഇവളുടെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് എന്റെ കയ്യിൽ നിന്നും 5 ലക്ഷത്തോളം രൂപ വായ്പയായി വാങ്ങിയിട്ടുണ്ട്. അതിനു പകരമായി 2 സെന്റ് ഭൂമി തരാമെന്ന് അദ്ദേഹം സ്വയം സമ്മതിച്ചതുമാണ്. അതിന്റെ ഒപ്പുകളാണ് ഈ കടലാസിലുള്ളത്. ഇൻസ്പെക്ടർ ആ കടലാസുകൾ കയ്യിലെടുത്ത് കൃത്യമായി പരിശോധിച്ച് ചോദ്യം ചെയ്തു. താൻ ഈ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുമ്പോൾ വല്ല സാക്ഷികളും ഉണ്ടായിരുന്നോ? ബാങ്ക് രേഖകളോ കൃത്യമായ ആധാര പണയങ്ങളോ ഉണ്ടോ? വെറുമൊരു വെള്ളക്കടലാസിലെ ഒപ്പുവെച്ച് എന്ത് തെളിവാണ് താൻ കാണിക്കുന്നത്? തേജ്പാൽ തപ്പിത്തടഞ്ഞു. അത് സർ, ഞങ്ങൾ നാട്ടുകാരായതുകൊണ്ട് പരസ്പരം വിശ്വാസത്തിലാണ് പണം നൽകിയത്. മറ്റൊരു പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് ഇടയിൽ കയറി പറഞ്ഞു. വിശ്വാസത്തിൽ കൊടുത്തതാണ്
വിശ്വാസികളാണെങ്കിൽ പണം വാങ്ങിയ ആൾ മരിച്ചപ്പോൾ ആ വിശ്വാസവും അവസാനിച്ചു. അയാൾ മരിച്ചതിനു ശേഷം അയാളുടെ പാവപ്പെട്ട വിധവയായ ഭാര്യയെ ഭീഷണിപ്പെടുത്തി ഭൂമി തട്ടിയെടുക്കാൻ നാണമില്ലേ തനിക്ക്? തേജ്പാൽ മറുപടിയില്ലാതെ മൗനമായി നിന്നു. തുടർന്ന് അവൻ ദേഷ്യത്തോടെ രജനിക്ക് നേരെ വിരൽ ചൂണ്ടി പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സർ, നിങ്ങൾ ആദ്യം ഇവളോട് ചോദിക്ക്, കഴിഞ്ഞ 2 മാസമായി ഇവളെ എവിടെയായിരുന്നുവെന്ന്. ഇവളെ ഈ ഫോട്ടോക്കാരൻ ചെറുക്കൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ രജനിയുടെ നേരെ തിരിഞ്ഞ് സൗമ്യമായി ചോദിച്ചു, എന്താണ് മോളെ സംഭവം? നീ 2 മാസമായി എവിടെയായിരുന്നു? ഇവർ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണോ നീ ഒളിവിൽ പോയത്? രജനി പോലീസിനെയും തേജ്പാലിനെയും കണ്ട് ഭയന്ന് വിറക്കുകയാണ്. അവളുടെ തൊണ്ട വരണ്ടുപോയി, നാവ് വഴങ്ങുന്നുണ്ടായിരുന്നില്ല. എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അവൾ നിശബ്ദയായി കണ്ണീരൊഴുക്കി. ഇൻസ്പെക്ടർ വിവേകിന്റെ നേരെ തിരിഞ്ഞു. താൻ പറ ചെറുക്ക, തനിക്ക് ഇവളുമായി എന്താണ് ബന്ധം? എന്തിനാണ് താൻ ഇത്രയധികം റിസ്ക് എടുത്ത് ഇവളെ സഹായിക്കാൻ നടക്കുന്നത്? ആ മുറിയിൽ പെട്ടെന്ന് കനത്ത നിശബ്ദത പടർന്നു. തേജ്പാലും മമതയും രജനിയും പോലീസുകാരും എല്ലാം വിവേകിന്റെ മറുപടിക്കായി അവനെ ഉറ്റുനോക്കി. വിവേക് ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് ചിന്തിച്ചു. താൻ സത്യം പറഞ്ഞാൽ പോലീസ് രജനിയെ വീണ്ടും തേജ്പാലിന്റെ അടുത്തേക്ക് വിടുമെന്നും അവൾ വീണ്ടും അപകടത്തിലാകുമെന്നും അവൻ തിരിച്ചറിഞ്ഞു. വിവേക് കണ്ണുകൾ തുറന്നു. അവൻ ശാന്തമായി ഇൻസ്പെക്ടറുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു, സർ, ഞങ്ങൾ 2 പേരും വിവാഹിതരാണ്. രജനി എന്റെ ഭാര്യയാണ്. ആ വാക്ക് കേട്ടതും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാവരുടെയും ശ്വാസം നിലച്ചുപോയി. തേജ്പാലും ഭാര്യയും അവിശ്വസനീയതയോടെ വാ പൊളിച്ചു നിന്നു. എന്നാൽ എല്ലാവരെക്കാളും ഉപരി നെട്ടിപ്പോയത് രജനി തന്നെയായിരുന്നു. അവൾ വിശ്വസിക്കാനാവാതെ തികഞ്ഞ അത്ഭുതത്തോടെ വിവേകിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. വിവേകിന്റെ അപ്രതീക്ഷിതമായ മറുപടി കേട്ട് ഇൻസ്പെക്ടർ ഒരു നിമിഷം അത്ഭുതപ്പെട്ടെങ്കിലും പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ അതാണ് കാര്യം. ശരി, നിങ്ങൾ നിയമപരമായി ദമ്പതികളാണെങ്കിൽ പിന്നെ തേജ്പാലിന് ഇതിലൊരു അവകാശവുമില്ല. തേജ്പാൽ തനിക്ക് പണം കിട്ടാനുണ്ടെങ്കിൽ സിവിൽ കോടതി വഴി നിയമപരമായി കേസ് കൊടുക്ക്. അല്ലാതെ ഒരു പെൺകുട്ടിയെയും അവളുടെ ഭർത്താവിനെയും ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ നിന്നെ ജയിലിലടക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ തന്നെ രജനി വിവേകിനെ വശത്തേക്ക് മാറ്റി നിർത്തി കണ്ണീരോടെ ചോദിച്ചു, വിവേക്, നീ എന്താണ് ആ പോലീസിനോട് പറഞ്ഞത്? നമ്മൾ എപ്പോഴാണ് വിവാഹം കഴിച്ചത്? എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്തിനാണ് നീ ഇത്ര വലിയ കള്ളം പറഞ്ഞത്? വിവേക് അവളുടെ കണ്ണുകളിലേക്ക് ശാന്തമായി നോക്കി പുഞ്ചിരിച്ചു. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് രജനി? നമ്മൾ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും ഇനി കഴിച്ചാൽ പോരെ? രജനി പകച്ചുപോയി. അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. വിവേക്, നീ എന്തൊക്കെയായി പറയുന്നത്? ഞാനൊരു വിധവയാണ്, കടക്കണിയിലായവളാണ്. എന്റെ പേരിൽ നിന്റെ ഭാവി കളയരുത്. എന്നോട് ഇത്രയും വലിയ ദയ കാണിച്ച് നിന്റെ ജീവിതം നശിപ്പിക്കരുത്. വിവേക് രജനിയുടെ വിറക്കുന്ന കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, രജനി, ഇത് സഹതാപമോ ദയോ അല്ല. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എന്റെ മനസ്സിൽ നീ ഉണ്ടായിരുന്നു. അന്ന് സന്തോഷത്തോടെ നടന്ന നിന്നെ ഇനിയും തളർന്നു വീഴാൻ ഞാൻ അനുവദിക്കില്ല. നിന്നെ എനിക്കിനി തനിച്ചാക്കാൻ കഴിയില്ല. നീ എന്നെ വിശ്വസിക്കൂ. വിവേകിന്റെ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന മുഖവും അവന്റെ വാക്കുകളിലെ സത്യസന്ധതയും കണ്ടപ്പോൾ രജനിയുടെ ഉള്ളിലെ എല്ലാ ഭയവും മഞ്ഞുപോലെ ഉരുകിപ്പോയി. ഇത്രയും കാലം താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരവസാനമായി എന്ന് അവൾക്ക് തോന്നി. അവൾ വിവേകിന്റെ മാറിൽ തലവെച്ച് വിതുമ്പിക്കരഞ്ഞു. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിവേക് തന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. വിവേകിന്റെ അമ്മക്ക് രജനിയുടെ സ്വഭാവം നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിരുന്നതിനാൽ അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. രജനിയുടെ വയസ്സായ മാതാപിതാക്കളും കണ്ണീരോടെ ഈ ബന്ധത്തിന് അനുഗ്രഹം നൽകി. വലിയ ബഹളങ്ങളോ ആർഭാടങ്ങളോ ഇല്ലാതെ ഗ്രാമത്തിലെ ഒരു ചെറിയ ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വിവേക് രജനിയുടെ കഴുത്തിൽ താലി ചാർത്തി. മഞ്ഞച്ചരടിൽ താലി വീഴുമ്പോൾ രജനിയുടെ കണ്ണുകളിൽ നിന്നും സന്തോഷ കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. 2 വർഷത്തെ കറുത്ത ദിനങ്ങൾക്ക് ശേഷം അവളുടെ ജീവിതത്തിൽ വീണ്ടും വെളിച്ചം പരന്നു. തേജ്പാൽ പിന്നീട് പോലീസിനെയും കോടതിയെയും ഭയന്ന് ആ വഴിക്കേ വന്നില്ല. വർഷങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ഇന്ന് ആ സംഭവങ്ങൾക്ക് ശേഷം 2 വർഷം പിന്നിട്ടിരിക്കുന്നു. വിവേകും രജനിയും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ്. പഴയ പേടിച്ചിരണ്ട രജനിയെ ഇന്ന് അവിടെ കാണാനില്ല. അവളുടെ മുഖത്ത് പഴയ പ്രസരിപ്പും പുഞ്ചിരിയും തിരികെ എത്തിയിരിക്കുന്നു. അടുത്തിടെ അവളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു സന്തോഷമായി ഒരു ആൺകുഞ്ഞു കൂടി ജനിച്ചു. വിവേകിന്റെ അമ്മയും രജനിയും കുഞ്ഞിനെ സ്നേഹത്തോടെ പരിചരിച്ച് വീട്ടിൽ കഴിയുന്നു. വിവേക് ഇന്നും തഹസിലിന് മുന്നിലുള്ള തന്റെ ചെറിയ കമ്പ്യൂട്ടർ കടയിൽ ജോലി ചെയ്യുന്നു. എന്നാൽ ഒരു നിരപരാധിയായ സ്ത്രീയുടെ ജീവിതം രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ വലിയൊരു ആത്മസംതൃപ്തി അവന്റെ മനസ്സിലുണ്ട്. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ ജീവിത സത്യമാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ എത്രയൊക്കെ ഒറ്റപ്പെട്ടാലും തകർന്നു പോയാലും ശരിയായ സമയത്ത് കൂടെ നിൽക്കാൻ നന്മയുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാളുടെ ജീവിതം പൂർണ്ണമായും മാറിമറിയും. ആപത്തിൽ പെടുന്നവരെ സഹായിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലും വലിയ സന്തോഷങ്ങൾ കൊണ്ടുവരും.